ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ പ്രിയപ്പെട്ട രേണുസുതി, നിങ്ങൾ എന്തിനാണ് വീണ്ടും ജനങ്ങളെ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു കൂട്ടി. ജനങ്ങൾ ഭൂരിഭാഗം ആളുകളും അതെല്ലാം മറന്ന് നിങ്ങൾക്കൊരു അസുഖം വന്നപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഇപ്പോഴെങ്കിലും ഒന്ന് നന്നാവാൻ ശ്രമിക്കാത്തത്? ഇത് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്, പക്ഷെ ചോദിക്കാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, ഞാൻ പാതിരാത്രിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ രാവിലെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. രാത്രിയിൽ ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പ് രേണുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ആണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൂടാതെ രേണുസുതിയുടെ വീട്ടിൽ ചെന്ന് AC ഒക്കെ വെച്ചു കൊടുത്ത് രേണുസുതിക്ക് കുറെ കാശും കൊടുത്ത ഒരു ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ്, രേണുസുതി വേണമായിരുന്നോ ഇപ്പോ ഇന്നലത്തെ ആ വീഡിയോയിൽ കിച്ചുവിനെ പറ്റി സംസാരിച്ചത്? കുറെ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ യൂട്യൂബ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു വ്യൂ കിട്ടും, അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും. എന്നെ പോലെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഇത്രയും ആളുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പൈസ കിട്ടും. ആ പൈസ കൊണ്ട് നിങ്ങളുടെ ചികിത്സയ്ക്ക് എന്തെങ്കിലും ഗുണമാവട്ടെ എന്ന് കരുതിയാണ് ഞാനും അതിനകത്തൊരു പങ്കാളിയായി മാറുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് കാണാറുണ്ട്, വരുന്ന കമന്റുകൾ കുറച്ചായിട്ട് വായിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു അസുഖം വന്നപ്പോഴത്തേക്ക്, ഒരു അവസ്ഥ ആ സ്ത്രീക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പലതവണ ചിന്തിച്ച് സന്തോഷിച്ചു. ഇങ്ങനെ വേണം നമ്മൾ എല്ലാവരും എന്ന് ഞാൻ ആഗ്രഹിച്ചു. കണ്ടപ്പോൾ സന്തോഷവും തോന്നി. എന്നാൽ ഇന്നലത്തെ രേണുവിന്റെ യൂട്യൂബിലെ ഒരൊറ്റ വീഡിയോ, രേണു പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് പോയി നോക്കുക. അപ്പൊ രേണുവിന് മനസ്സിലാവും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ പോലും ജനങ്ങൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങി. രേണു, നിങ്ങളായിട്ട് തന്നെയാണ് ജനങ്ങളെ ഇങ്ങനെ വെറുപ്പിക്കുന്നത്. എന്തിന്? കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനായി വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കും. കാരണം ഈ ഒരു വിഷയത്തിൽ പലർക്കും പല പെർസ്പെക്റ്റീവ് കാണും. നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായം. ഞാനിവിടെ രേണുവിനെ വലിച്ചു കീറാനോ ഞാനത് ചെയ്യില്ല, എന്നെ കൊണ്ടത് കഴിയത്തുമില്ല. പക്ഷെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ രേണുവിന് തന്നെ കുഴപ്പമായി മാറും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരിരുന്നിട്ട് സങ്കടത്തിൻ്റെയൊക്കെ പുറത്തായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്. പക്ഷെ ചെയ്യാതിരിക്കുക രേണു, അത് നിങ്ങൾക്ക് തന്നെ നെഗറ്റീവായിട്ട് മാറും. നെഗറ്റീവായി മാറുന്നുണ്ട്, നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞു, അങ്ങനെ തന്നെ പറയണം. കമന്റ് ബോക്സ് ഞാൻ 1-2 കമന്റ് ഒക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് രേണു പറയുന്ന ഈ ഒരു കാര്യം നിങ്ങളിത് കേക്ക്, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്ന് ചിരിച്ചിട്ടില്ല, ചിരിച്ചു കാണുന്നില്ല അതിൻ്റെ മുഖം. രേണു ചിരിച്ചു കാണുന്നില്ല ഋതപ്പൻ എന്ന് രേണു ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിത് ഓർത്ത് വെച്ചോണേ. രേണു പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഋതപ്പൻ ചിരിച്ചു കാണുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ തലയിൽ വെച്ചേക്കാം. അത് ഞാൻ വെക്കാൻ പറയാനായിട്ട് വേറൊരു റീസൺ ഉണ്ട്. അതുപോലെ തന്നെ രേണു, ഞാൻ നിങ്ങളെ പ്രാഗില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകളും നിങ്ങളെ മറ്റേ പ്രാഗി, നിങ്ങൾ ഇല്ലാതാവണമെന്നോ അങ്ങനൊന്നും ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂരിഭാഗം ഒരു 90% ആളുകളും പറയില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ കാണും 1-2 പേര് വന്നിരുന്ന് ഒരാൾ വീണ് കിടക്കുമ്പോഴും അയാളെ ഇട്ടങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് വൃത്തികേട് മാത്രം കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന ചില ആളുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരെയും ആ കൂട്ടത്തിലൊന്നും പെടുത്തരുത്. പിന്നെ അസുഖം ആർക്ക് വേണമെങ്കിലും വരാൻ രേണു, എപ്പോൾ വേണമെങ്കിലും വരാം, മനസ്സിലായില്ലേ? എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഒരു അസുഖം വന്നതിന് ശേഷമെങ്കിലും നമുക്ക് കുറച്ചൊരു സ്വബോധം ഉണ്ടായിരിക്കണം. ഇപ്പം രേണുവിന് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ചിലപ്പം വേദനയാണ് ആ സ്ത്രീക്ക്, ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. എങ്കിലും രേണുദ ഇപ്പൊ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. ഇങ്ങനൊന്നും സംസാരിക്കാതിരിക്കും രേണു, കേക്ക് നിങ്ങളത്. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല, ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു.
എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണ്. ബാക്കി കേൾപ്പിക്കാമേ. കിച്ചു വന്നിട്ടില്ല, കിച്ചു നീ ചെന്ന് കാണണം അവരെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ അത് അവൻ്റെ ഇഷ്ടമാണ്. രേണുവിനോട് ആരെങ്കിലും ഒക്കെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കമന്റ് ബോക്സിൽ റിപ്ലൈ കൊടുക്കാം. ഇപ്പൊ രേണു വന്നിരുന്ന് ഈ കഥ പറഞ്ഞത്, എന്നിട്ട് രേണു തന്നെ പറയുന്നുണ്ട് ഇതൊരു വിവാദമാക്കരുത്. രേണു തീരെ മണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്യാവശ്യം ബോധവും, അല്ലെങ്കിൽ ബോധമില്ലെങ്കിലും അത്യാവശ്യം നെഗറ്റിവിറ്റി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ രേണുവിന് അറിയില്ലേ ഇങ്ങനൊരു സാധനം വന്ന് പറയുമ്പോൾ അത് വിവാദമായി മാറുമെന്നുള്ളത്. വിവാദമാക്കരുതേ എന്ന് പറഞ്ഞാൽ വിവാദം ആകാതിരിക്കുവോ? എന്തിനിങ്ങനെ വന്നിരുന്ന് പറയണം? എന്തിനാ ചെറുക്കനെ ഇപ്പൊ പിടിച്ചിടണം? എന്ത് കാര്യത്തിന്? ആളുകൾ പലതും പറയും, പലതരത്തിലുള്ള കമന്റുകൾ ഞാൻ കണ്ടു ഈ വീഡിയോ ആഡ് ചെയ്ത്. നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് അവൻ നിന്റെ പുറകെ വരണോ? ഇങ്ങനെ പറയും ആളുകൾ. അതിൽ ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല രേണു, മനസ്സിലായില്ലേ? പലപ്പോഴും നേരത്തെ രേണുവിനെ വിമർശിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് കിച്ചു അവൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ചിലപ്പോൾ കളിയാക്കപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. രേണു അവരുടെ സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്ന പല കാര്യങ്ങൾ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, മോൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കിച്ചുവിന് കുഴപ്പമൊന്നുമില്ല എന്ന്. കിച്ചുവും ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ എന്തെന്നായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കൂട്ടുകാരുടെയൊക്കെ ഫ്രണ്ടിൽ അവൻ്റെ അമ്മ, 2 കൂട്ടുകാർ നിൽക്കുമ്പം ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുക, ദേ അവനെ കണ്ടോ, അവൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചു കൂട്ടുന്നതിനെ കാണുന്നുണ്ടോ? ഇത് അറിയാതെങ്കിലും കിച്ചുവിൻ്റെ ചെവിയിൽ എത്തിയാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? രേണു അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അവൻ അങ്ങനെ ഒരു സാധനം അവൻ്റെ മനസ്സിൽ നിങ്ങളോടൊരു ചെറിയ വെറുപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ സമയമെടുക്കും രേണു. അത് രേണുവിനെ കാട്ടിലും നന്നായിട്ട് മനസ്സിലാവുന്ന വേറൊരു ഒരാൾ ഉണ്ടാവില്ല. ഇതിപ്പോ രേണു ചെയ്തിരിക്കുന്നത് ആ ചെറുക്കനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ സൈബർ അറ്റാക്ക് കിട്ടുന്ന മൊത്തം രേണുവിനാ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കും നിങ്ങൾ. ബാക്കി കുറച്ചും കൂടെ നിങ്ങളൊന്ന് കേട്ടോ. എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത് ഞാനും പറയും, അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ ഒന്ന് കാണും. ഞാൻ ഇനിയും കാണും, എന്തൊക്കെയാണെങ്കിലും ഞാൻ കാണും. ഞാൻ പറഞ്ഞല്ലോ, $1 ഞാനും വേറൊരു 5 പേരും കൂടെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് രേണുവിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടട്ടെ. നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഉള്ളടേ. നമുക്കൊന്നും ലക്ഷക്കണക്കിന് അങ്ങോട്ട് എല്ലാ മാസവും പൊട്ടി കിട്ടുന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അത്രയ്ക്കൊന്നും ഇല്ല. പിടി കിട്ടിയോ? പണ്ട് യൂട്യൂബ് കൊടുത്തോണ്ടിരുന്ന പോലെ ഒന്നും ഇപ്പം കൊടുക്കുന്നൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ആഗ്രഹമുണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല. അത് പോട്ടെ. ഇനിയും വേറൊരു കാര്യം, രേണു വിവാദം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് രേണു ഉപയോഗിക്കരുത് പ്ലീസ്. നിങ്ങൾ തന്നെയാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. എത്രയോ ദിവസമായി രേണുവുമായി ബന്ധപ്പെട്ട ആരും വീഡിയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? രേണുവിന് വയ്യ. രേണുവിൻ്റെ യൂട്യൂബിലിടുന്ന വീഡിയോകൾ കാണുന്നു, ഇൻസ്റ്റയിൽ വരുന്ന വീഡിയോകൾ കാണുന്നു, ആളുകൾക്ക് സങ്കടം തോന്നുന്നു, കമന്റ് ബോക്സിൽ നല്ല കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. രേണുവിൻ്റെ സൈഡിൽ നിന്ന് പോലും ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തിന് നിങ്ങൾ തന്നെ ഈ വന്നിരുന്ന് പറയുന്നു? ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ ഒരു കാരണം ഈ കമന്റ് ബോക്സാണ്. രേണുവിൻ്റെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പിന്നെ ആലോചിച്ചു, ഇവര് തന്നെയല്ലേ ഇതൊക്കെ ഒപ്പിച്ച് വെക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പറയാൻ പോകുന്നത്? വയ്യാത്തൊരു സിറ്റുവേഷനാണ്. എന്തോരം വേദന അവർ തിന്നുന്നുണ്ടായിരിക്കും. ഞാനതൊക്കെ ആലോചിച്ചു. ചിലപ്പോൾ ആ വേദനയുടെ പുറത്ത് പറയാൻ പറ്റത്തില്ല. മനുഷ്യനല്ലേ, ദേഷ്യം വന്നിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും രേണു അത് ഈ വീഡിയോയിൽ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ നാളെ സങ്കടം വരും രേണു. നിങ്ങളുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് നോക്കണം. ഞാൻ കുറച്ച് കമന്റ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കമന്റ്സും കൂടെ നിങ്ങളൊന്ന് കാണണം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേറെ മെയിൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ഞാൻ ഈ ചില ആളുകൾ, അതായത് ഈ ജാസ്മിൻ, ഗബ്രി, ഇവരൊക്കെ ഉള്ള
സമയത്തെ ബിഗ് ബോസ് അതിനകത്തൂടെയാണ്, അല്ലെങ്കിൽ ആ ടൈം തൊട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് അങ്ങോട്ട് വീഡിയോ ഇട്ട് മുന്നേറി വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് റോസ്റ്റ് ചെയ്യുന്ന, അങ്ങനെ തന്നെ പറയണം, സ്ഥിരമായിട്ടൊരു വ്യക്തിയെടുത്ത് റിയാക്ട് ചെയ്യുമായിരുന്നു. ആ വ്യക്തി കുറച്ച് കാര്യങ്ങൾ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. രേണുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി AC ഒക്കെ കൊടുത്ത് അതിനുശേഷം കുറച്ച് കാശൊക്കെ കൊടുത്ത് ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ കയറി ഇരുന്ന് കഥ പറയുകയാണ്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ പോകാം, അതിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ കമന്റുകൾ, അതാണ് മെയിൻ. എൻ്റെ ആ ഒരു പരിപാടി, അതല്ല, ആ വ്യക്തിയെ ഞാൻ സ്ഥിരം എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ കമന്റ്സ്. അപ്പോൾ ആദ്യത്തെ കമന്റ് ഇങ്ങനെയാണ്: അവനെ അത്രയും മാനസികമായി വിഷമിപ്പിച്ചിട്ടും നീയും നിന്റെ വീട്ടുകാരും ഇതുപോലത്തെ ഒരു അസുഖം വന്നിട്ടും അവനെക്കുറിച്ച് പരാതി സോഷ്യൽ മീഡിയയിൽ കൂടെ പറയണമെങ്കിൽ രേണുവിന്റെ മനസ്സിൽ അവനോട് അത്രയും ദേഷ്യം ഉണ്ടായിരിക്കും. ഋതപ്പനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായി പറയുമായിരുന്നു, കിച്ചു എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അവനെ ഇനിയും ഡിപ്രഷനിലേക്ക് തള്ളിവിടരുത്. ഇതിലൂടെ ആ കൊച്ചിനെ, കിച്ചുവിനെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നുന്നു, ആ കൊച്ചിനെ മീഡിയയ്ക്ക് ഇട്ടുകൊടുക്കല്ലേ. സ്വന്തം കുഞ്ഞാണെങ്കിൽ പറയുമോ, നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്നേഹിക്കും, ഇല്ലേൽ മുറിവായി അവരുടെ മനസ്സിൽ ഉണ്ടാകും. ഇപ്പോൾ തിരുമേനി എന്നൊക്കെയാണോ വിളിക്കുന്നത്? പണ്ട് അങ്ങനെയല്ലല്ലോ വിളിച്ചിരുന്നത്. ഞാൻ അതിനകത്ത് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. സഹതാപം തോന്നിയിരുന്നു. എന്നാൽ ഈ കിടപ്പിലും ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്നു. അത് വേണ്ടായിരുന്നു. എനിക്കും അത്രേ പറയാനുള്ളൂ. അതായത് ഇപ്പോൾ ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. രേണു പാട്ടൊക്കെ പാടുന്നുണ്ട്, നല്ല കാര്യം. കീമോയെ പറ്റി സംസാരിക്കുക, അതൊക്കെ മതിയായിരുന്നു. ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കൊണ്ടുവന്ന ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലാണെങ്കിൽ അവർക്ക് നിങ്ങൾ കമന്റിൽ റിപ്ലൈ കൊടുക്കുക. പിടികിട്ടിയോ? അതിങ്ങനെ പറഞ്ഞ് അത് ശ്രദ്ധിക്കാത്ത ആളുകളിലേക്ക് പോലും അത് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത് രേണു വേണ്ടായിരുന്നു. നിങ്ങൾ സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കിച്ചുവിന് അത്ര നാണക്കേട് ആയതുകൊണ്ട് അവന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടുകാണും. എടാ, നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് പറയില്ലേ? ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. രേണു അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം രേണു. ഇതുപോലെ തന്നെ ഒരുപാട് കമന്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം കൂടെ വായിക്കാം. വയ്യാതെ കിടക്കുമ്പോഴെങ്കിലും നീ പ്രാർത്ഥിച്ചിരിക്കൂ. ആ കിച്ചുവിനെ കുറ്റം പറയാതെ നിന്റെ ചില പ്രവർത്തികൾ ആ കുട്ടിക്ക് അത്രയും വിഷമം ഉണ്ടാക്കി കാണും. അതുകൊണ്ടായിരിക്കും അവൻ വരാത്തത്. നെഗറ്റീവ് ഒന്നും ചിന്തിക്കാതെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ രേണു. ഞങ്ങളും പ്രാർത്ഥിക്കാം. ഇങ്ങനെ മാന്യമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. രേണു അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. മാന്യമായിട്ട് നിങ്ങളോട് ആളുകൾ കാര്യം പറഞ്ഞു തരുന്നുണ്ട്. രേണു പ്രാർത്ഥിച്ച് മുന്നോട്ട് അങ്ങനെ അങ്ങോട്ട് പോകും, ദൈവം കൂടുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കാം, നീ കിച്ചുവിനെയൊക്കെ പിടിച്ചിടാതെ എന്ന് വളരെ നീറ്റായിട്ട് പറയുന്ന ആളുകളുണ്ട്. ഇതിനകത്തുനിന്ന് രേണു മനസ്സിലാക്കുക, നിങ്ങളോട് ഹെയ്റ്റായിട്ടല്ല ആളുകൾ ഇത് പറയുന്നത്. സാമാന്യ ബോധം ഒന്ന് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. പിടികിട്ടിയില്ല. ഇപ്പം ഞാനും അങ്ങനെ പറയുന്നുള്ളൂ. നിങ്ങളെ ആരും അത് പ്രതീക്ഷിക്കേണ്ട. രേണുവിനെ തെറി പറയുമെന്നോ വലിച്ചു കീറുമെന്നോ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, അവരുടെ ഈ അസുഖത്തിന്റെ പുറത്ത് ചിലപ്പോൾ ഇരുന്ന് കാണിച്ചു കൂട്ടുന്നതായിരിക്കാം. എങ്കിലും രേണുവിന്റെ ചേച്ചിയോ ആരൊക്കെ അവരുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ എടുത്ത ആള്, എടാ പൊന്നു മോനെ ഇതൊന്നും എടുത്ത് ഇടല്ലേ, എന്തിനാ വെറുതെ? രേണു ഒരാളെ പറ്റി പറയുന്നുണ്ട് അവിടെ, വീഡിയോ ഇരുന്ന് എടുത്തു കൊടുക്കുന്ന ചെറുക്കൻ, അവൻ മറ്റേ പൈസ ഒന്നും മേടിക്കാതാണെന്ന്. നീ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും എടുത്ത് ഇടാതെ എന്തിനാണ്? ആ കമന്റ് ബോക്സ് ഒന്ന് നോക്ക്. വീഡിയോ കത്തും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് രേണുവിന്റെ വീഡിയോ, അല്ലെങ്കിലും രേണുവിന്റെ വീഡിയോകൾ ആളുകൾ ഇപ്പൊ കാണുന്നുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ എന്തിനാണ് ഈ നെഗറ്റീവ് സാധനം പറഞ്ഞ് വെറുതെ അവരെ തെറിയേൽപ്പിക്കുന്നത്? അവരെ ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ കമന്റുകളുണ്ട്. അതുപോലെ നല്ല രീതിയിൽ കമന്റ് ഇടുന്നവരുണ്ട്, വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റ് ഇടുന്നവരുണ്ട്. ഞാൻ അങ്ങനെ അങ്ങോട്ട് വളരെ മോശമായിട്ടുള്ള കമന്റുകളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും പറയുന്നത് വളരെ നീറ്റായിട്ട് രേണുവിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നവരുണ്ട്. അതായത് ചെയ്തത് ശരിയല്ല, ഒരിക്കലും നമ്മൾ യോജിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇപ്പൊ ഈ അവസരത്തിൽ പോലും ഈ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ. അവസരമെന്നല്ല, ഒരു അവസ്ഥയിൽ കിച്ചുവിനെ പിടിച്ച് അവന്റെ പിന്നെ കിച്ചു, നീ കാണുന്നുണ്ടെങ്കിൽ നിന്റെ കടമയാണ് ഒന്ന് പോയി കാണുക എന്നുള്ളത്. ഒന്ന് പോയി കണ്ടാൽ മതി. അത് നീ ചെയ്യണം. അത് നീ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ പെട്ടെന്ന് നിനക്ക് നീ പോകണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ പോണോടാ ഒരു ദിവസം. നാളെ നീ കാണാതെ അവർക്ക് എന്തെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അതിന് ശേഷമേ നിനക്ക് കൊള്ളത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് പോയി കാണണം. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കിച്ചുവിൻ്റെ ഇഷ്ടമാണ് കാണുന്നതും ഇല്ലാതിരിക്കുന്നതും ഒക്കെ. ഇനി എന്തായാലും നമുക്ക് മെയിൻ സാധനത്തിലേക്ക് പോവാം. രേണുവിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, രേണുവിനെ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടായി
വീട്ടിൽ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. AC ഒക്കെ മേടിച്ചു കൊടുത്ത് നമ്മളെ പോലെയൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു ചേട്ടായിയാണ്, നിങ്ങൾക്ക് അറിയാം. സീക്രട്ട് ഏജന്റ് ചേട്ടായി ഓക്കെ, നിങ്ങളുടെ കാശുണ്ട്, നിങ്ങൾക്ക് കൊണ്ട് മേടിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് കുറെ കാശും കൊടുക്കാം. 10-48 വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേട്ടായിക്ക് കിട്ടുന്ന അത്രയും കാശ് തന്നെ ഞങ്ങൾക്ക് കിട്ടും എന്ന് ചേട്ടൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. നിങ്ങൾ പണ്ടേ മുത്തപ്പനല്ലേ? നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരാളാ. നിങ്ങൾക്ക് പണ്ട് തൊട്ടേ കുറെ കാശ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ ഈ അടുത്ത 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. വലുതായിട്ട് അങ്ങോട്ട് കുമിഞ്ഞു കൂടുന്ന ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചേട്ടാ, നമ്മളൊക്കെ വീഡിയോ ചെയ്തതിനകത്തൂടെ എനിക്കത് ഇപ്പോഴും പറയാം, നല്ല വ്യക്തതയോടുകൂടി ഞാൻ പറയും, ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെയ്തത് കൊണ്ട് തന്നെ രേണുവിന് റീച്ചും കിട്ടിയിട്ടുണ്ട്. നമ്മളാരും കാരണം രേണുവിന് പൈസ കിട്ടാതിരുന്നിട്ടില്ല. ഓക്കെ, പല രീതിയിൽ രേണുവിന് പൈസ കിട്ടിയിട്ടുണ്ട്. നമ്മളാരും എന്നെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ രേണു എന്ന് പറയുന്ന ആളെ ഇവിടെ ആരും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. ഓക്കെ, നെഗറ്റീവ് റീച്ച് അവർ പലതും കാണിച്ച് റീച്ച് ഉണ്ടാക്കിയപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണ് അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒന്നും എടുത്ത് താലപ്പൊലിയായിട്ടൊന്നും ഉണ്ടെങ്കിൽ കൊടുക്കാടോ, അതിന് മാത്രമുള്ളതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് തൊട്ടേ തുടങ്ങിയവരുടെയിലൊക്കെ ഉണ്ട്. അവർ ചെയ്യട്ടെ, എല്ലാവരും അല്ലാതെ അവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ അർത്ഥം എന്താണെന്ന്. ഇനി ചേട്ടായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളിത് കേക്ക്, എന്നിട്ട് ബാക്കി. ഇപ്പോൾ ചേട്ടൻ ഇപ്പൊ റീസെന്റ് വരുന്ന ഇഷ്യൂസ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സജന ഫിറോസ് ആയാലും, തൊപ്പിയുടെ ഇഷ്യൂ ആയാലും, ഇപ്പൊ രേണു സുധി ആയാലും ഒരുപാട് ഇഷ്യൂസ് വെച്ചിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടൊരു ന്യൂസ് എന്ന് പറയുന്നത് ചേട്ടനൊരു 30-36 വീഡിയോ രേണു ചേച്ചിക്ക്, 48 വീഡിയോ രേണു ചേച്ചിക്ക് എതിരെ ചെയ്തിട്ടുണ്ട്. ബട്ട് എതിരല്ല, റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. കോണ്ടന്റ് വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു പൈസ ചേച്ചിക്ക് കൊടുക്കും എന്നൊരു നമ്മൾ ന്യൂസ് കേട്ടു. അപ്പം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഭയങ്കര സന്തോഷമാണ് തോന്നി. ഒരുപാട് പേര്, ഞാൻ അടക്കം തന്നെ ഒരു 5-6 ഇന്റർവ്യൂ ചേച്ചി ഇത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സാലറി ബേസ്ഡ് ആണ്, അപ്പൊ എനിക്കൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം എനിക്കുണ്ട്. ബട്ട് ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഇതിപ്പോ ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അതിനുള്ള സീനല്ല. അത് ഞാൻ ആദ്യം പറയുന്നു. ഞാനിപ്പോ ഈ ഇന്റർവ്യൂ എടുക്കുന്ന തന്നെ രേണുവിന്റെ വീട്ടിൽ പോയി വന്നിട്ടാണ്. ഞാൻ പോലും അറിയാതെ നിങ്ങൾ എന്നെ വിളിച്ചത്. എങ്ങനെ അറിഞ്ഞു തന്നെ എനിക്ക് ചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്നു. അതാണ് ഞാൻ ചേട്ടന്റെ ഡയറക്ഷൻ ഞാൻ ആലോചിച്ചത്. ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇവരെ അറിഞ്ഞത്. ഫൈൻ. അപ്പോ ഞാൻ പോയി, ഞാൻ കണ്ടു, ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, ഞാൻ പോകുന്നു. അത് ഞാൻ ചെയ്തത് വേറൊന്നുമല്ല. എനിക്ക് ഉറപ്പിച്ചെന്റെ എന്താ പറയാ, എന്റെ നെഞ്ചു തൊട്ട് പറയാം, 48 വീഡിയോ രേണുവിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട വീഡിയോന്റെ എണ്ണമായിരിക്കും കൂടുതൽ. പിന്നെ രേണുവിന് എതിരെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രേണു എന്ന് പറഞ്ഞുള്ള ആ ഒരു ഹ്യൂമൻ ബീങ്ങിനെതിരെ അല്ല പറഞ്ഞു, അവർ ചെയ്ത സിറ്റുവേഷനെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കൈ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് ഈ കയ്യിൽ അറിയരുത്, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. സായി, നിങ്ങൾ ആ വീട്ടിൽ പോയി ചെയ്തു കൊടുത്തു, വളരെ നല്ല കാര്യം, തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നല്ല കാര്യം. എന്നാൽ നിങ്ങൾ ആ ചെയ്ത കാര്യം വന്നിങ്ങനെ ഇരുന്ന് പറയാൻ ഒരു ഇച്ചിരി നാണം അതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. ആ ചാനലുകാർ അറിഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചാനലുകാർ ഇന്റർവ്യൂവിന് വിളിച്ചതെന്ന് പറയുന്നു. ചേട്ടാ അറിയായിരിക്കുമല്ലോ, ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടാൽ ചേട്ടൻ അറിയാം. നമുക്കറിയാം ഓൺലൈൻ മീഡിയാസിനെ. ഓക്കെ, നിങ്ങൾ ആ ഇന്റർവ്യൂവിന് അവിടെ വരുമ്പോൾ അവർ പറയും അറ്റ്ലീസ്റ്റ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് രേണു സുധിയുടെ കേസ് നിങ്ങൾ അവിടെ പോയി ഈ ഒരു കാര്യം ചെയ്തു എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് പറയും, ഞങ്ങൾ ഈ സാധനം അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതിനെപ്പറ്റി ചോദിക്കും. നിങ്ങൾ ചെയ്ത കാര്യം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക, അതാണ് ഒരു മാന്യത. നമ്മൾ എന്തെങ്കിലും നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഓൺലൈൻ മീഡിയക്കാരോട് പറയും ചോദിക്കേണ്ട, ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കേണ്ട, രേണുവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തു കൊടുത്ത എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്, ഇത് ചോദിക്കേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞേനെ, അത്ര വലിയ മാന്യനായിരുന്നെങ്കിൽ. ഇത് ഇന്റർവ്യൂവിൽ ഇരുന്ന് ചേട്ടൻ കഥ പറയുന്നുണ്ടല്ലോ ചെയ്തു കൊടുത്തതിനെ പറ്റി, എന്നിട്ട് അവിടെ ഇരുന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു? ഉടനെ ആ പെങ്കൊച്ച്, അത് ചേട്ടാ എന്നെ രേണു ചേച്ചി വിളിച്ചു പറഞ്ഞായിരുന്നു. രേണു സ്റ്റോറി ഇട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചതാണ്. സായി വന്നതും സിജോ ചെന്നതും ഭാര്യമാരുമായിട്ട് ചെന്നു AC മേടിച്ചു കൊടുത്തൊക്കെ രേണു പറഞ്ഞതാണ്, സ്റ്റോറിയിലൂടെ അറിയിച്ചതാണ്. ഓക്കെ, അത് വിടും. ചിലപ്പോൾ ആ ഒരു സ്റ്റോറി ഇടുന്നതിന് മുന്നേ ചിലപ്പോൾ എടുത്ത ഇന്റർവ്യൂ ആണെന്നൊക്കെ ചിലപ്പോൾ നാളെ പറഞ്ഞു കളഞ്ഞേക്കാം. എന്തൊക്കെ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഫോട്ടോ ചിലപ്പോൾ അതിന് മുമ്പുള്ളതായിരിക്കാം, ചിലപ്പോൾ അതിന് ശേഷമുള്ളതായിരിക്കും, അതിവിടെ ഞാൻ മൈൻഡ് ചെയ്യുന്നേയില്ല, സ്റ്റോറി വിടുക. പക്ഷെ ഇവിടെ ആ പെൺകുട്ടി തന്നെ പറഞ്ഞു രേണു ചേച്ചി വിളിച്ചു പറഞ്ഞായിരുന്നു. ഉടനെ സായി പറഞ്ഞായിരുന്നല്ലേ,
അപ്പൊ തന്നെ പറയണം, മോളെ അതിനെപ്പറ്റി ചോദിക്കണ്ട, നമുക്കിതോടെ കട്ട് ചെയ്യാം, ബാക്കി വേറെ എന്തെങ്കിലും ചോദിക്കൂ. അല്ല, സായി തന്നെ പറയുന്നുണ്ട് ഞാനത് ആരെയും കേൾപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ചെയ്തു കൊടുത്തത് നാട്ടുകാർ മൊത്തം അറിഞ്ഞല്ലോ. ഇതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ബാക്കി കേൾക്കാം. ഋതപ്പ കുഞ്ഞിനെ കണ്ടോ? എന്ത് പറയുന്നു മോൻ? അവിടെ തിരിച്ചെഴുതി നടക്കുന്നുണ്ട്. കുട്ടികളല്ലേ, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ലല്ലോ എന്താ എങ്ങനെയാണ്. അവരവരുടെ ഒരു വൈബില് പോകുന്നുണ്ട്. ഇപ്പോ ചേട്ടന് വേണമെങ്കിൽ ചേട്ടന്റെ യൂട്യൂബിൽ തന്നെ ഇതൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇടാമായിരുന്നില്ല, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നൊരു ചോദ്യം വന്നാൽ ചേട്ടൻ എന്തായിരിക്കും പറയാ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോ ഉണ്ട്. അല്ല, എന്തിനാ അങ്ങനെ ചെയ്യേണ്ട കാര്യം? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരുടെ വായിരിക്കുന്ന തെറി കേൾക്കും. എടാ, നീ ചെയ്തു കൊടുത്തിട്ട് അത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു കഴിയും ആൾക്കാർ കമന്റ് ബോക്സിൽ. നീ ചെയ്തു കൊടുത്തിട്ട് മറ്റേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണോ നീ ചെയ്തു കൊടുത്തതെന്ന് പച്ചക്ക് ചോദിച്ചു കളയും. ഇല്ലെങ്കിൽ നീ ചെയ്തു കൊടുത്ത എന്തിനാണോ ഞങ്ങളെ കാണിക്കുന്നത്? അത് ചെയ്തു കൊടുത്തു, അതവിടെ തീരുക, നീ മാത്രം അറിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. ഇതിപ്പോ അത് ചോദിക്കത്തില്ലല്ലോ ഭൂരിഭാഗം ആളുകളും. കാരണം എന്താ, ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു, ഞാൻ പോയി ചെയ്ത കാര്യം അത് ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഭൂരിഭാഗം സാധാരണക്കാരും മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അവൻ ചെയ്തു കൊടുത്തു, രേണു ഇവരെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആ ഇന്റർവ്യൂവിൽ ചോദിച്ചു, അതുകൊണ്ട് അവന് പറയേണ്ട വന്നു എന്നല്ലേ നിങ്ങൾ എല്ലാവരും പറയത്തുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. കാരണം എനിക്കറിയാം, ഒരു ഓൺലൈൻ മീഡിയ ഒരു വ്യക്തിയെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തുന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് എന്തായാലും പറയും. നീ ഒന്നുമില്ല, രേണുവിന്റെ കേസ് ഭൂരിഭാഗവും ഈ ഒരു ഇന്റർവ്യൂ കണ്ടവർക്കറിയാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ സായി എന്ന് പറയുന്ന വ്യക്തി യൂറോപ്പിൽ ട്രിപ്പ് പോയതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനൊന്നും വാല്യൂ ഇല്ല, കണ്ടന്റ് വാല്യൂ ഇല്ല. കണ്ടന്റ് വാല്യൂ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവിന്റെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിലും യൂട്യൂബിലുമായിട്ട് കറങ്ങി നടക്കുന്ന ഷോർട്സ് എന്ന് പറയുന്നത് കണ്ടന്റ്. അത് രേണു സുധിക്ക് ചെയ്തു കൊടുത്ത ഈ പരിപാടിയെ പറ്റി പറയുന്നതാണ്. പിടികിട്ടിയോ? അതിനാണ് USP. ഈ ഇന്റർവ്യൂവിന്റെ ഒരു മെയിൻ USP എന്ന് പറയുന്നത് അതാണ്, അല്ലാതെ വേറൊന്നും അല്ല. അല്ലാതെ ചേട്ടൻ യൂറോപ്പിൽ പോയതൊക്കെ ആർക്ക് വേണം? ഇവിടെ ആർക്ക് വേണം? ഇല്ലെങ്കിൽ ഇവരുടെ മറ്റേ ബിഗ് ബോസ് പഴയ കഥ കണ്ടവർക്കൊക്കെ അറിയാം. അതൊന്നും ആർക്കും വേണ്ട. വേണ്ട സാധനം നല്ല വൃത്തിക്ക് സെല്ല് ചെയ്തു. പിടികിട്ടിയോ? അതിന് സായി ഇരുന്നും കൊടുത്തു. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ നന്മമരം ചമയരുത്. എല്ലാവരും എന്നിട്ട് മറ്റേ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞതായിട്ട് പല ആളുകളും പറയുന്നത് കേട്ടു. ഇവിടെ വീഡിയോയിൽ തന്നെ തോന്നുന്നല്ലേ പറഞ്ഞത്. ഞാനിപ്പോ സ്ഥിരമായിട്ട് ഈ വ്യക്തിയുടെ വീഡിയോ കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. എന്തോ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്നോ. കാശുള്ളവർ ചെയ്തു കൊടുക്കട്ടെ, നമ്മളൊക്കെ സാധാരണക്കാരാണ്. വീഡിയോ ചെയ്തെന്നും പറഞ്ഞ് മറ്റേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല, മറ്റേ കൊട്ടക്കണക്കിനൊന്നും ഇല്ല, പ്രതീക്ഷിച്ചതാ ഇല്ല. ബാക്കി കാണാം. എനിക്കിതിവിടെ കഴിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു ഇന്ന മനസ്സമാനത്തിനാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിലും കൂടുതൽ ഞാൻ ചിന്തിച്ചത് ഇതാ. ഇത് സാധാരണ ഞാൻ ഇതുവരെ ഉള്ളതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എവിടേക്കോ 1-2 വട്ടം അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇവര് നാളെ ഒരാളുടെ മുന്നിൽ കൈ നീട്ടുന്നത് എനിക്ക് ചിന്തിക്കുമ്പോ തന്നെ എന്തോ പോലെ. കാരണം പറ്റില്ല. അവര് ഈ സിറ്റുവേഷനിൽ അവര് പോർട്രേറ്റ് ആയ ഒരു രീതി ഉണ്ട്. ആ രീതി വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല അവര് നാളെ അങ്ങനെ വന്നാലും അത് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുവരെ വീണ്ടും ബ്ലെയിം ചെയ്യുള്ളൂ. ഉറപ്പായിട്ടും. ഇതിപ്പോ ചേച്ചി നമ്മളോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് മുമ്പ് ഈ കാര്യം അറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. അതിപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഈവൻ നമ്മൾ ആ പഴയ സമയത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നാണല്ലേ. ഈവൻ ഞാനായാലും ക്വസ്റ്റ്യനിലൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും കണ്ടിട്ടുള്ളവരൊക്കെ അറിയാലോ, ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഓരോന്ന് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലാവുന്നു അവര് പൈസക്ക് വേണ്ടിയിട്ടാണ്, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ്. ഇതെന്താ അറിയോ, ഓരോരുത്തർക്ക് പൈസ ഉണ്ടാക്കുക ഓരോ നാക്കാണ്. ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിക്കും, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് നാക്കാണ്. അതെല്ലാ മനുഷ്യനും ഒരുപോലെ ആവണമെന്നില്ല. ചിലർ പഠിച്ചത് തന്നെ ജോലിയാക്കി മാറ്റും. എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ പഠിച്ചതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത പണി ഞാൻ ചെയ്യുന്നത്. എനിക്ക് പ്രൊഫഷണലി ആവണമെന്ന് പാഷനേറ്റ് ആയിട്ട് പോയ സാധനവും അല്ല ഇത്. പക്ഷെ ഞാൻ ഇന്ന് പൈസ ഉണ്ടാക്കാൻ പഠിച്ചു. എനിക്കൊരു കൈൻഡ് ഓഫ് നാക്ക് കിട്ടി. അത് കിട്ടാത്തവരുണ്ടാവും, അവർ ചിലപ്പോൾ ഡെസ്പറേറ്റ് ആവും. അങ്ങനെ നടക്കുന്ന സമയത്താവും അവർക്കൊരു ഇൻകം സോഴ്സ് എവിടെയെങ്കിലും ഓപ്പൺ ആയി കിട്ടും. അപ്പൊ അവർ അതിൽ പിടിക്കും. കാരണം അവർക്ക് ഫ്യൂച്ചർ നോക്കണം, അവരുടെ കറന്റ് സിറ്റുവേഷൻ നോക്കണം. ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, എന്താണ് ഈ സബ്സ്ക്രിപ്ഷനിൽ മോശം? ഞാൻ പറയട്ടെ, സബ്സ്ക്രിപ്ഷൻ തന്നെ വെച്ചത് എന്തിനാ? കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് കാണും വേണം എന്നൊരു കുറ്റവും പറയും. അതെടുത്ത് ലീക്കാക്കുകയും ചെയ്യും. അതെടുത്ത് ലീക്കാക്കും. അപ്പൊ ഞാനതാ ചിന്തിച്ചേ,
നിങ്ങൾ പൊട്ടന്മാരാണ്. സബ്സ്ക്രിപ്ഷൻ വെക്കുന്നേ വേണ്ടവൻ ആവശ്യക്കാരൻ കാശ് കൊടുത്ത് കണ്ടോന്നാണ്. പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്നില്ല. അതെ, ഇല്ല, അവര് പ്രൈവറ്റ് ആയിട്ടാണ്. ഇനി ഇതിൽ വലിയ നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ന്യൂഡിറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അടുത്ത് പുറത്ത് കളയും. അതിന് സബ്സ്ക്രിപ്ഷനിൽ കൊണ്ടുപോയി ന്യൂഡിറ്റി ഇട്ടാലും പുറത്ത് കളയും. ഇവിടുത്തെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആലോചിക്കുന്ന ആൾക്കാർ ഒരു ക്ലീവേജ് കണ്ടാലോ നേവൽ കണ്ടാലോ അതുമ്പോൾ മതിയോ, അത് പോയോ, തീർന്നോ നിങ്ങൾക്ക്? അവർക്ക് ഇതെന്തോ വലിയ അപരാധമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. ഏത് 14-15 വയസ്സുള്ള കുട്ടികൾ പോയി സബ്സ്ക്രിപ്ഷൻ എടുത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല അല്ലേ? വാട്ട് എവർ, ലീവ് ഇറ്റ്. ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല, പോട്ടെ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ സുഖം അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. അത് രേണു ചേച്ചിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തതും ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങിയതും. ആ തരത്തിലേക്ക് മാറ്റാൻ തുടങ്ങിയ കാര്യങ്ങൾ രേണു തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടതായിരിക്കും. അവർക്ക് ഈ അടുത്താണ് ഇതിനെപ്പറ്റി അറിയാൻ അല്ലെങ്കിൽ അറിഞ്ഞത്. നേരത്തെ അത് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല, ചെറിയ മുഴയോ അങ്ങനെയുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ എല്ലാം മാറ്റിമറിക്കുകയാണ്. കണ്ടോ, ശ്രദ്ധിച്ചോ നിങ്ങളത്? എന്തിന്? എന്ത് കാര്യത്തിന്? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ സായി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോ, ഈ ഒരു ഞാൻ ലാസ്റ്റ് കാണിച്ച ക്ലിപ്പിന്റെ തുടക്കത്തിൽ, അതായത് ഋതപ്പൻ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കൊച്ചുകുട്ടി എല്ലാവരൊന്നും അറിയത്തില്ല, ചിരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. രേണു നേരത്തെ പറയുന്നത് എന്താ? ഋതപ്പന്റെ ചിരി മാഞ്ഞിട്ട് കുറേയായി, ഞാൻ ചിരി കാണാറേ ഇല്ലെന്ന്. ഇതിലെ ഏതാ വിശ്വസിക്കണ്ടേ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. ഈ 2 പേര് പറഞ്ഞ കാര്യത്തിലും ഇതിലേതാ സത്യം? എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല, നമുക്ക് ബാക്കി കേൾക്കാം. പക്ഷെ ഞാനിത് ചെയ്യാൻ കാരണം എന്താ വെച്ചെങ്കിൽ ഇതൊരു മാതൃകയായിട്ട് നാളെ വരണം. അതെ, കാരണം ഞങ്ങള് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് എപ്പോഴുള്ള ഒരു ചീത്തപ്പേര് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വൾച്ചേഴ്സ് പോലെ, ഈ കഴുകൻ കുട്ടികളെ പോലെ നമ്മൾ അതേഴ്സ് കണ്ടന്റ് ഫീഡ് ചെയ്യാണ്. നിങ്ങൾ ലീച്ച് ക്രിയേറ്റേഴ്സ് അല്ലേന്ന് പലരും ചോദിക്കാറുണ്ട്. യെസ്, വി ആർ ആണ്. പക്ഷെ ഇത് ചെയ്യാൻ പാടില്ലെന്നൊന്നും എവിടെയില്ല. യൂട്യൂബിന്റെ നിയമത്തിലും എവിടെയില്ല. ഫെയർ യൂസ് പോളിസി ഉള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ഒരാൾക്ക്, നമ്മൾ ഒരാളെ വെച്ച് ഇത്രയും കണ്ടന്റ് ചെയ്തു, ആ വ്യക്തിക്ക് ഇപ്പൊ ഈ വയ്യായിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ആ വ്യക്തിക്ക് ലൈഫിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആ വ്യക്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നാളെ ആരുടെയും മുന്നിൽ പോയി കൈ നീട്ടാനാണെങ്കിലും ആ വ്യക്തിക്ക് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം പണ്ട് ഇതിന്റെ ബാക്ക് സ്റ്റോറി എടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ എന്താണെങ്കിലും അവരെ പേര് പറഞ്ഞ ഒരു ഇത്ര എമൗണ്ട് ഉണ്ടാക്കി, അത് ഇന്നാൽ കഴിയുന്ന, ഞാൻ പറയുന്നത് ഒരു അങ്ങനെയൊന്നുമില്ല, എനിക്ക് കഴിയുന്നത്. കാരണം ഈ കിട്ടുന്ന എമൗണ്ട് ഞാൻ ചെലവാക്കിയിട്ടുണ്ടാവും, എന്തെങ്കിലും കാണില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ കഴിയുന്നത് എന്താ സപ്പോർട്ട് ചെയ്യാൻ, അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞാനൊരു മാതൃക കാണിച്ചത്. കാരണം നാളെ അത് വേറെ ആർക്കും അഡാപ്റ്റ് ചെയ്യാം. വലിയ മനസ്സാണല്ലോ. ഞാൻ ഇന്റെ സമാധാനത്തിന് ചെയ്തതാണ്. ഞാൻ പറയുന്നത് ഇന്റെ സമാധാനം ഉണ്ട്. കാരണം എനിക്ക് നാളെ, കാരണം ഈ ക്രിട്ടിക്കൽ രോഗമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നാളെ ഞാൻ രാവിലെ നീച്ചാലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യത്തിലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിന്റെ മനസ്സിൽ നിന്ന് പോകില്ല. ഞാനത് എന്റെ മൈൻഡ് ഭയങ്കര ഹോണ്ട് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ലെറ്റ്സ് സേ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്താ നാളുകളിൽ നമുക്കുള്ളൊരു ചീത്തപ്പേരുണ്ട്, ഈ ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്നവർക്കുള്ളൊരു ചീത്തപ്പേര്. അതൊന്നും ഒരു എന്താവാ, ഓക്കെ നമ്മളൊരു പാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചില കാര്യം ഞാൻ പണ്ട് എന്താ മനസ്സിൽ വിചാരിച്ചെന്ന് പറയാം, നമ്മൾ ചെയ്യുന്നത് ആരും അറിയരുത്, ഇരു കൈ അറിയരുത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചെന്താ, ചില കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യണം. സത്യമാണ്. ചില കാര്യങ്ങൾ അറിയണം സമൂഹം. കാരണം അതിൽ നിന്ന് 10 ആള് പഠിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അത്രയും വിചാരിച്ചിട്ടുള്ളൂ. ആർക്കെങ്കിലും ഇനി ഇതേപോലെ രേണുവിന്റെ കണ്ടന്റ് ചെയ്തവർക്ക് എന്തെങ്കിലും, ഞാൻ പറയുന്നത് എല്ലായിടത്തും കൊടുക്കണമെന്നല്ല, അവനാന്റെ ജീവിതത്തിൽ അവനാൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ കയ്യിൽ ബാങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്നൊരു ഹെൽത്തി എമൗണ്ട് കൊടുത്താൽ അവർക്ക് ഇപ്പൊ ആരുടെ മുന്നിലും കൈ നീട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുക ചേട്ടാ. കുറച്ചു മുമ്പ് ചേട്ടൻ പറയുന്നത് ഞാൻ തന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത്. നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു? ഞാനിത് ആരോടും പറഞ്ഞില്ലല്ലോ എന്നീ ചേട്ടൻ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ചേട്ടൻ പറയുന്നത് എന്താ, ചിലതൊക്കെ ആൾക്കാർ അറിയണമെന്നേ, എന്നാലേ ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളെന്ന്. എൻ്റെ പൊന്നി ചേട്ടാ, നിങ്ങളായിരിക്കും ചിലപ്പോൾ ഈ റിയാക്ഷൻ ചാനൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ തന്നെ ചിലപ്പോൾ അത് പറയുമായിരിക്കും. ഏറ്റവും കൂടുതൽ കാശ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ട് ചേട്ടാ, നമുക്കൊന്നും അത്ര ഇല്ല. പിന്നെ നമ്മളൊക്കെ കാരണം ആകെയുള്ളൊരു സമാധാനം ഇടയ്ക്ക് എവിടെയോ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ ബാക്കിലോട്ട് നമ്മളും തിരിഞ്ഞു നോക്കിയപ്പം ആരും ഇല്ലടേ.
മനസ്സിലായോ? നമ്മൾ മറ്റേ ഉറുമ്പ് എന്താ അരിമണി കൂട്ടി വെക്കുന്നതാണൊക്കെ കൂട്ടി വെച്ച് നമുക്കില്ല, നമുക്ക് അതിന് മാത്രം ഒന്നും കിട്ടുന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് കിട്ടിയൊരു സമാധാനം, നമ്മളൊക്കെ ഇവരെ എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ട്, അത് വ്യക്തമായിട്ട് എനിക്കറിയാം, റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 2-3 വർഷം നല്ല രീതിയിലുള്ള ഹൈപ്പ് കിട്ടിയത്, നെഗറ്റീവ് റീച്ച് ആണെങ്കിലും കിട്ടിയത്. അതിൽ നിന്ന് അവർക്ക് ഒരുപാട് ഇനാഗുറേഷൻസ്, യൂട്യൂബിൽ നിന്ന് പണം, ഈ ഈ സബ്സ്ക്രിപ്ഷൻ, ഇതെല്ലാം ആളുകൾ അവിടെ ഇടിച്ചു കയറിയത്, ഇതെല്ലാം നമ്മളെപ്പോലുള്ള ആളുകൾ റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ രേണുസുതിക്ക് ഒരു ഹൈപ്പും കിട്ടില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കാരണം അവർക്കും പണം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമാധാനം എനിക്കുണ്ട്. അത് ചേട്ടന് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ടും, അല്ല എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുക, അതോ വന്നിരുന്ന് നന്മമരം കളിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നങ്ങ് പറയുന്നതാണോ ഈ കഥയൊക്കെ? ബാക്കി കുറച്ചുകൂടെ കേൾക്കാം. നാളെ അവര് സർവൈവ് ചെയ്ത് തിരിച്ചു വന്നാൽ അവര് വീണ്ടും കോണ്ടന്റ് അല്ലേ നിങ്ങൾ ചെയ്തു? അതെ, അവര് വെച്ച് വീണ്ടും കോണ്ടന്റ് ആണ്. അവരാരോടും നോ പറഞ്ഞിട്ടില്ല. ഒരാളോട് എന്റെ വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. നാളെ നിങ്ങൾക്ക് ഇനിയും കോണ്ടന്റ് ആണ് അവര് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോ 100 പേര് റിയാക്ഷൻ രേണു ചേച്ചിന്റെ ചെയ്തതില് ഒരാൾ മാത്രമാണ് ചേട്ടൻ. ഈ ചേട്ടൻ ഇപ്പൊ 48 വീഡിയോ, അതിനേക്കാളും അപ്പുറത്ത് ഒരുപാട് പേര് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴും കുറ്റപ്പെടുത്താനാണ് ആൾക്കാർ കൂടുതലും. അത് ഹാപ്പൻസ്. അതെന്താ പറയാ, അത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇപ്പൊ നിങ്ങളെ ചാനൽ അടക്കം ഉണ്ടാവും. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഒരു സാധനം അത് കണ്ട് മാനിപ്പുലേറ്റ് ആയിട്ടാവും ഒരു കമന്റ് വരും. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുത്തൊരു സാധനത്തിന് മുകളിൽ ഇപ്പൊ ഞാൻ കയറിയിട്ട് നാളെ എല്ലാവരും നന്മവരാവണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഏറ്റവും വലിയ കാരണക്കാരനാണ്. ഞാൻ റോങ് ആയിട്ടൊരു സാധനം കൊടുത്തിട്ട് അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ നീ ആരുടെ രേണു കമന്റ് ഇട്ടേ, ഈ സാധനത്തിന് മുകളിൽ ഞാൻ ഇപ്പൊ കയറിയിട്ട് നിങ്ങൾ ആരും കമന്റ് ഇടരുത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ റെസ്പോൺസിബിൾ ആണ്. പിന്നെ എനിക്ക് അതിൽ കോളില്ല. ആൾക്കാർ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാന്നല്ലാതെ വേറൊന്നും അതിന് പറയാൻ പറ്റില്ല. അപ്പൊ ചേട്ടൻ ഇന്ന് രേണു ചേച്ചിന്റെ വീട്ടിലേക്ക് പോയി, എന്തായിരുന്നു വീട്ടിൽ പോയപ്പോൾ ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ? ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് അങ്ങനെയാണ്, പറയാൻ താല്പര്യമില്ല. കണ്ട് ഹാപ്പി ആയോ ചേച്ചിനെ കണ്ടപ്പോ? ഹാപ്പി ആവാൻ പറ്റില്ല. കൊറേ നാളായില്ലേ കണ്ടിട്ട്, നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പോയി കാണാൻ പറ്റിയ സിറ്റുവേഷനിൽ ആരും കണ്ടാ ഹാപ്പി ആവില്ല. അതാവില്ല പ്രശ്നം. ലൈക്ക് അതങ്ങനെയാണ്. പിന്നെ ഞാനെന്താ പറയാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് വേറൊന്നുമല്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ആ പെൺകുട്ടി പറയുന്നതിനകത്തൊന്നും എനിക്ക് മനസ്സിലായത് രേണുവിനെ പോയി കണ്ട് തിരിച്ചു വന്നിട്ടാണ് നേരെ ഇന്റർവ്യൂവിന് കയറിയത്. ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യം എന്തായിരുന്നു? എന്തായിരുന്നു എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. രേണുവിനെ കണ്ടു തിരിച്ചു വന്നപ്പോൾ നേരെ ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂവിൽ ഞാൻ ഇപ്പൊ ഇത്രയും നേരം നിങ്ങളെ കാണിച്ചു, ഇതിൽ ഭൂരിഭാഗവും രേണുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ പിന്നെ തുടക്കത്തിൽ പറഞ്ഞു UK പോയ, യൂറോപ്യൻ യാത്ര, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിനൊന്നും ഒരു സെല്ലിംഗ് പോയിന്റ് ഇല്ല. ഇതിന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രേണുസുതിയാണ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ. സോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പോയി നേരത്തെ ഒന്നുമില്ല, രേണുവിനെ കണ്ട് തിരിച്ചു വരുന്ന അന്ന് രേണു നേരെ സായിയെ വിളിച്ച് പറയാണ്, സായി ഒരു ഇന്റർവ്യൂ ഉണ്ട്, പെട്ടെന്ന് വാങ്ങിക്കോട്ടെ, എല്ലാം സെറ്റാക്കി വെച്ചേക്കുക, സായിന് വേണ്ടി ഇവിടെ എല്ലാം ഞങ്ങൾ സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചേക്കുക, പെട്ടെന്ന് വന്ന് കയറും. രേണു പറഞ്ഞു, ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഈ മോള് തന്നെ പറയുകയാണ്, സായി ചേട്ടാ അതേ വിളിച്ചു പറഞ്ഞു, അവിടെ ചെന്നു AC ഒക്കെ മേടിച്ചു കൊടുത്തു, സായി ചേട്ടാ വരുന്ന വഴിക്ക് നേരെ ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞായിരിക്കോ സായി പോയി ഇന്റർവ്യൂവിന് കയറിയത്? സാധാരണക്കാരോട് പറയുക ഇങ്ങോട്ട് ഇറക്കരുത്. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതല്ലേ? എൻ്റെ ഒരു സംശയമാണ്, നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതല്ലേ? ഇന്ന ദിവസം രേണുവിനെ കാണാൻ പോകുന്നു. ഇപ്പോ ഈ ഇന്റർവ്യൂവിൽ ലാസ്റ്റ് പോർഷൻ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് നിർത്തിയല്ലോ, അവിടെ പറയുന്നതാണ് ആ പെൺകുട്ടി തന്നെ, ചേട്ടൻ ഇന്ന് കാണാൻ പോയിട്ട് എന്നുള്ളൊരു സാധനം. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ചോദിക്കുന്നത്. അങ്ങനെ ആ ദിവസം പോയി കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും നേരെ വന്നങ്ങോട്ട് ഇന്റർവ്യൂ പ്ലാൻ ചെയ്യാതെ ഒരു ഇന്റർവ്യൂ നടക്കത്തില്ല, അറ്റ്ലീസ്റ്റ് തലേ ദിവസമെങ്കിലും. സോ ഇതൊരു പ്ലാൻഡ് ഇന്റർവ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഇത് ഉടായിപ്പാണെന്നേ ഞാൻ പറയുള്ളൂ. ഏത് രേണുവിന്റെ അസുഖമൊന്നുമല്ല കേട്ടോ, ആരും അങ്ങനൊന്നും വിചാരിക്കല്ലേ. ഈ ഒരു ഇന്റർവ്യൂ ആ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് മാന്യത ചമയുന്ന വ്യക്തി, ഇരു കൈയും ഈ കൈ ചെയ്യുന്നത് ഈ കൈ അറിയണ്ട. ഈ ആരെയാ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ളത്, ആരെയാ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ പ്ലാൻ ചെയ്തൊരു ഇന്റർവ്യൂ, ഇന്ന ദിവസം അവിടെ പോകുന്നു, കാണുന്നു, തിരിച്ചു വരുമ്പോൾ നേരെ ഇന്റർവ്യൂ കൊടുക്കുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനിയുണ്ട് കുറേ സമയം ഈ രേണുവിന്റെ കേസ് തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് താല്പര്യമില്ല കാണിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പോയി വേണമെങ്കിൽ ആ ഇന്റർവ്യൂ കാണാം.
ഭൂരിഭാഗവും ഇതാണ് സംസാരം. കാരണം ഇതാണ് സെല്ലിംഗ് പോയിന്റ് ആ ഒരു ഇന്റർവ്യൂവിന്റെ. ഇത് മറ്റേ അവിചാരിതമായിട്ട് രേണുവിനെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നേരെ കയറി ഇരുന്ന് ഇന്റർവ്യൂ കൊടുത്തത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പ്ലാൻഡ് ആണ്. നാണമില്ലേ? അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.